ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു തേങ്ങ അരച്ച മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ മീൻകറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് ചെറിയൊരു തേങ്ങാക്കൂട്ടും തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് നിറയെ തന്നെ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഒരു 5 or 6 ചെറിയുള്ളി നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇച്ചിരി വലിയ ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 4 ചെറിയുള്ളി മതിയാവും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ മുളക് പൊടി എടുത്തിട്ടുള്ളത്. ഇച്ചിരി എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും. അതല്ല, നമ്മൾ സാധാരണ മീൻകറിക്ക് എത്രയാണോ മുളക് പൊടി ചേർക്കുന്നത് ആ ഒരു അളവിൽ തന്നെ ചേർത്താലും മതിയാവും. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്. കൂടെ പിന്നെ വേണ്ടത് ഒരു വറ്റൽമുളകും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ വറ്റൽമുളക് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം കേട്ടോ. കൂടെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിലാണ് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുള്ളത്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തന്നെ ഇത് മീൻകറി വയ്ക്കുന്ന ഒരു മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 2 കപ്പ് അളവിൽ വെള്ളം കൂടി എടുത്തിട്ട് അതും കൂടി ചേർക്കാവുന്നതാണ്. ഫ്ലെയിം ഞാനിപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മീഡിയം സൈസ് തക്കാളിയിൽ ഒരു തക്കാളിയും കൂടിയാണ്. കൂടെ വേണ്ടത് 2 പച്ചമുളക്. ഇനി ഇതിലേക്ക് വേണ്ടത് കുടംപുളിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 എടുത്തിട്ടുണ്ട് മീഡിയം സൈസിൽ. നമ്മുടെ പുളിക്ക് അനുസരിച്ചിട്ടുള്ള കുടംപുളി ചേർക്കാവുന്നതാണ്. കുടംപുളി അല്ല, വാളംപുളിയാണ് മീൻകറിയിലേക്ക് ചേർക്കുന്നതെങ്കിൽ വാളംപുളി ഈ ഒരു സമയം ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. ഇനി നമ്മുടെ ഈ കറിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ ഈ കറി ഇപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 450 ഗ്രാം അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഏത് മീനിൽ വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് തേങ്ങ അരച്ച മീൻകറി തയ്യാറാക്കാവുന്നതാണ്. നമ്മുടെ മീൻ കഷ്ണങ്ങളും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അത്രയും സമയം കൊണ്ട് തന്നെ മീനിലേക്ക് മസാല കംപ്ലീറ്റ് ആയിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാവും. ഇടയ്ക്ക് 1-2 തവണ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതിയാവും. മീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ ലൈറ്റായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമ്മുടെ മീൻകറി ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവി എല്ലാം കുറച്ചൊന്ന് വറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും കുറച്ചും കൂടി നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഈ ഒരു രീതിയിലാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചും കൂടി ചേർക്കണം. അപ്പോൾ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മീൻകറി റെഡി ആയി കിട്ടുള്ളൂ. താളിച്ച് ചേർക്കാനായിട്ട് ചെറിയൊരു ചീനച്ചട്ടിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ കടുക് ചേർക്കാവുന്നതാണ്. കൂടെ ഒരു 1/4 ടീസ്പൂൺ മുഴുവൻ ഉലുവയും കൂടി. കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് 5 ചെറിയുള്ളി ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ചെറിയുള്ളി ചേർക്കാവുന്നതാണ്. ചെറിയുള്ളി ചേർത്തിട്ട് നന്നായിട്ട് ചെറിയുള്ളിയുടെ കളർ മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ചെറിയുള്ളിയുടെ ഒരു കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി വേണ്ടത് 2 വറ്റൽമുളകാണ്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ താളിച്ചത് മീൻകറിയിലേക്ക് ചേർക്കാവുന്നതാണ്. താളിച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. അതിനുശേഷം നമുക്ക് സൂപ്പറായിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു തേങ്ങ അരച്ച മീൻകറിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലൊരു തേങ്ങ അരച്ച മീൻകറി നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കത് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.